മതവിദ്വേഷ പരാമർശ കേസിൽ ബിജെപി നേതാവ് പി സി ജോർജിന് ജാമ്യം. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകിയത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും വിദഗ്ധ ചികിത്സ വേണമെന്നും പി സി ജോർജ് കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. നിലവിൽ പി സി ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. പി സി ജോർജിന് ജാമ്യം ലഭിച്ചതിൽ സന്തോഷമെന്ന് മകനും ബിജെപി നേതാവുമായ ഷോൺ ജോർജ് പ്രതികരിച്ചു. രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ പി സി ജോർജിന് ശബ്ദിക്കാതിരിക്കാൻ കഴിയില്ല. വിദഗ്ധ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. കേരളത്തിൽ വഖഫ് ബില്ല് വന്നപ്പോൾ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇതിനകത്ത് ഇടപെട്ടേക്കുന്ന ആരാണ്? മുസ്ലിം ലീഗിന്റെ ഈരാറ്റുപേട്ട മണ്ഡല കമ്മിറ്റിയാണ്. സുപ്രീം കോടതിയിൽ കാവിട്ടിട്ടിരിക്കുകയാണ്. ഈരാറ്റുപേട്ട മണ്ഡല കമ്മിറ്റിക്ക് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടാതെ സത്യമാണ്. അപ്പൊ മുസ്ലിം നേതൃത്വം ഉൾപ്പെടെ അറിഞ്ഞത് എന്താണ് സംഭവം? വഖഫ് വിഷയത്തിൽ പി സി ജോർജും ഞങ്ങളുമൊക്കെ എടുത്ത സമീപനം വലിയ രീതിയിൽ അസ്വസ്ഥ ഉണ്ടാക്കിയിരിക്കും. ആ വഖഫ് ബില്ല് ഇന്നലെ ദൈവം അനുഗ്രഹിച്ച് അത് ഇന്നലെ കേന്ദ്ര മന്ത്രിസഭയിൽ കൂടെ വഖഫ് ബില്ല് ഇന്നലെ അനുമതി കൊടുത്തിരിക്കുകയാണ്. അത് ഉടനെ വരും. അപ്പൊ അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല. ഇതിൽ എത്ര പ്രതിരോധിച്ചാലും രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ അത് ആര് പറഞ്ഞാലും